ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് പായസമാണ്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര ഉരുക്കി നമ്മൾ മാറ്റി വയ്ക്കണം. 2 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി മാറ്റി വയ്ക്കുക. ഇനി പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ 2-3 സ്പൂൺ നെയ്യ് ഇടുക. അതിലേക്ക് 1 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഓട്സ് ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. കരിയാതെ വറുത്തെടുക്കണം കേട്ടോ. കൈ വിടാതെ തന്നെ ഇളക്കണം. കരിയാതെ അത് വറുത്ത് നല്ല രീതിക്ക് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ഓട്സിന് 3 കപ്പ് പാൽ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അത്രയും പാൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ മുന്നേ ഉരുക്കി വെച്ച ശർക്കര കൂടെ ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഒഴിക്കുന്നതിന് മുന്നേ എപ്പോഴും ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് ഒഴിക്കണം കേട്ടോ. ശർക്കര മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. പഞ്ചസാര ഇഷ്ടമുള്ള ആൾക്കാർക്ക് പഞ്ചസാര ഇടാം. ഇതിപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി കശുവണ്ടിയും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തത് കൊട്ടുക. അതിനുശേഷം ഏലക്കാപ്പൊടി 1/2 സ്പൂണും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് പായസം റെഡിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.